Hi friends, welcome to Sakshi Kitchen. ഇന്ന് നമുക്ക് വെജിറ്റബിൾ ബിരിയാണി തയ്യാറാക്കാം. ഇത് വളരെ പെട്ടെന്ന് ബാച്ചിലേഴ്സിനൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈസി ബിരിയാണിയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കി വരാം. ബിരിയാണി തയ്യാറാക്കാനായിട്ട് കുറച്ച് വെജിറ്റബിൾസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ബീൻസ്, ഗ്രീൻ പീസ്, പിന്നെ ഉരുളൻകിഴങ്ങ്. ഇത്രയും വെജിറ്റബിൾസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് കൂടുതൽ എടുക്കാവുന്നതാണ്. ഇതിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക. പിന്നെ വേണ്ടത് ബസ്മതി റൈസ് ആണ്. ഇത് 1.5 കപ്പ് റൈസ് എടുത്ത് നല്ലോണം കഴുകിയെടുത്തതാണ്. കഴുകുമ്പോഴും വെള്ളം നല്ല ക്ലിയർ ആകുന്നത് വരെ ഇത് കഴുകിയെടുക്കുക. പിന്നെ ഇതിനി 15 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം, വെള്ളത്തിൽ തന്നെ ഒന്ന് കുതിർക്കാൻ വയ്ക്കാം. അപ്പോൾ ബിരിയാണി ചെയ്തെടുക്കാനായിട്ട് ഒരു കുക്കർ വെച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുക്കുവാണ്. ഇനി ഇതിലേക്ക് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്കിത് മുഴുവനും നെയ്യിൽ വേണമെങ്കിൽ തയ്യാറാക്കാം. നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് വെജിറ്റബിൾ ഓയിൽ തന്നെ യൂസ് ചെയ്ത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഒരു കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്, പിന്നെ പട്ടയില വേണം, 5 ഏലയ്ക്ക, 5 ഗ്രാമ്പു, പിന്നെ ഒരു പീസ് തക്കോല, പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ പെരുംജീരകമാണ്. ഇത്ര ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചെറിയ സവാളയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 2 എണ്ണം എടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. ഞാനിത് 3 അധികം എരിവില്ലാത്ത പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ സവാളയും പച്ചമുളകും ഒക്കെ നല്ലോണം ഒന്ന് വഴണ്ട് വരട്ടെ. അപ്പോൾ ഈ സവാളയുടെ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർക്കാം. ഇനി ഇതും നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാ വെജിറ്റബിൾസും ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഇതിൽ ചേർക്കാവുന്നതാണ്. ഇനി ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. വെജിറ്റബിൾസ് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. അത് 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടിയും പച്ചമുളകും ഒക്കെ ചേർത്ത് കൊടുക്കുക. ഇനി 1 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർക്കാം. അപ്പോൾ പിന്നെ വേണ്ടത് ബിരിയാണി മസാലയാണ്. അതും ഞാൻ 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഇപ്പം നിങ്ങളുടെ ബിരിയാണി മസാല ഇല്ലെങ്കിൽ 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതൊന്ന് വഴട്ടാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർക്കാം. ഇനി സ്വല്പം മല്ലിയില അരിഞ്ഞതും കൂടി ചേർക്കാം. ഇതിലേക്ക് ഇനി വേണ്ടത് തൈരാണ്. അത് ചേർക്കാം. ഞാൻ 2 ടേബിൾ സ്പൂണ് തൈരാണ് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരി ഇടാം. ഇനി ഇത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കാം. ഞാനിവിടെ 2.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1.5 കപ്പ് അരിയാണ് ഞാൻ എടുത്തത്. അതിന് 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഇതിൻ്റെ വെള്ളം ഇപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പ് സ്വല്പം മുമ്പിട്ട് നിൽക്കണം. എന്നാൽ മാത്രമേ ഈ ബിരിയാണി വെന്ത് വരുമ്പോൾ ഉപ്പ് കറക്റ്റ് ആകത്തുള്ളൂ, അല്ലെങ്കിൽ ഉപ്പ് കുറവായിരിക്കും. ഇനി ഇത് നമുക്ക് കുക്കർ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. 1 വിസിലാകുമ്പോൾ തന്നെ ഓഫ് ചെയ്യണം. അപ്പോഴത്തെ ബിരിയാണി വെന്ത് വന്നിട്ടുണ്ട്. ഒരു ഫോർക്ക് വെച്ചിട്ട് ഞാൻ ഇതൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ചൂടോടുകൂടി തവി വെച്ചിട്ട് ഒരുപാട് അങ്ങ് ഇളക്കരുത്, ചിലപ്പോൾ ഈ അരി കുഴഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള ഒരു വെജ് ബിരിയാണിയാണിത്. ഇത് കഴിക്കാനായിട്ട് ഒരു സലാഡ് മാത്രം മതി. അപ്പോൾ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.